ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജാക്ക് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കപ്പിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ധാരാളമാണ്, കാരണം നമ്മൾ ഇത് പഴുത്ത ചക്ക വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള കേക്ക് തന്നെ ആയിരിക്കും. ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചക്കയാണിത്. ഇത് നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട, അല്ലാണ്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ചക്ക അരച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും എടുക്കാം, പക്ഷേ കുറച്ചുകൂടി ഒരു ഹെൽത്തി ഗോതമ്പായിരിക്കും. ഇനി നമ്മൾ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമ്മളൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ മാവ് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് പാൽ ചേർക്കേണ്ട. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ നമ്മൾ ഒഴിച്ച് നോക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ആ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് പാൽ, ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കേക്കിൻ്റെ എന്തെടുക്കുന്നതും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, എന്നാലേ നമ്മൾ കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ, നമുക്കൊരു കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ ഒരു പാത്രം, ഒരു ചോറും പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഗീ ഒക്കെ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുമുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇത് വെക്കുന്നത്. ഇനി നമ്മൾ ഇത് അടച്ച് വെക്കണം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കായോ നോക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കായില്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റും കൂടി വെച്ച് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല ചക്കയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിതൊരു സ്പൂൺ വെച്ച് ഞാനിപ്പോൾ കുത്തി നോക്കുകയാണ്, ഒരു ഫോർക്ക് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബേക്കായി എന്നാണ് അർത്ഥം. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്കായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു കേക്കിന്. മാത്രമല്ല ചക്കയുടെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പഴുത്ത ചക്ക വീട്ടിലുണ്ടാകുമ്പോൾ ബാക്കിയെല്ലാം നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ കമൻറ്റ്സ് അതെന്ത് തന്നെയായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.